പ്രമേഹ രോഗ പരിപാടിയായ ഡോക്ടർ JKS ഡയബി ടോക്സിലെ 15ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. എക്സർസൈസ് പാർട്ട് 3 എന്ന ഈ 15ാം എപ്പിസോഡിൽ എയറോബിക് എക്സർസൈസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എയറോബിക് എക്സർസൈസ് എന്നത് എയറിന്റെ അതായത് ഓക്സിജന്റെ സഹായത്താൽ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഇവിടെ ശ്വസനത്തിലൂടെ ലഭിക്കുന്ന ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസ് മസിൽ ഫൈബറിന്റെ ഉള്ളിലെ പവർ ഹൗസായ മൈറ്റോകോൺട്രിയയിൽ ATP എന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഉപയോഗിച്ചാണ് മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അധികമായി എത്തുന്ന ഗ്ലൂക്കോസ് പേശികളിൽ ഗ്ലൈക്കോജനായി സംഭരിച്ചു വയ്ക്കുന്നു. ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റിയാണ് ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. ക്രമേണ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് തീരുമ്പോൾ ഫാറ്റ് ബേൺ ചെയ്ത് തുടങ്ങും. അതും കഴിഞ്ഞാൽ മാത്രമേ പ്രോട്ടീൻ എടുക്കുകയുള്ളൂ. ഇപ്രകാരം ഫാറ്റ് ബേൺ ചെയ്യുന്നതിനാണ് എക്സസൈസ് തുടരെ കൂടുതൽ സമയം ചെയ്യണമെന്ന് പറയുന്നത്. എക്സസൈസിന് ശേഷം മസിൽ റിപ്പയർ ചെയ്യുന്നതിനാണ് പ്രോട്ടീൻ കൂടുതലും ഉപയോഗിക്കുന്നത്. അതിനായി പ്രോട്ടീൻ കൂടുതൽ കഴിക്കേണ്ടത് ആവശ്യമാണ്. എയറോബിക് എക്സസൈസിനെ കാർഡിയോ എക്സസൈസ് എന്നും പറയും. കാരണം ഇതിൽ ഹൃദയ രക്തചംക്രമണം കൂട്ടി കൂടുതൽ ഓക്സിജനെ ശ്വാസകോശത്തിൽ നിന്നും പേശികളിൽ എത്തിക്കുന്നു. എയറോബിക് എക്സസൈസ് ശ്വാസം എടുത്തുകൊണ്ട് മാത്രം മൈൽഡ് ടു മോഡറേറ്റ് ഇന്റൻസിറ്റിയിൽ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയതിനാൽ മണിക്കൂറുകളോളം ഇത് ചെയ്യാൻ കഴിയും. എന്നാൽ അനറോബിക് എക്സസൈസ് അങ്ങനെ തുടരാൻ കഴിയില്ല. സംസാരിച്ചുകൊണ്ട് എയറോബിക് എക്സസൈസ് ചെയ്യാൻ കഴിയും. സംസാരിക്കാൻ പ്രയാസം വരുമ്പോൾ അവിടെ ഇന്റൻസിറ്റി ഹൈ ആയെന്നും അത് അനറോബിക് ആക്ടിവിറ്റി ആയെന്നും മനസ്സിലാക്കാം. നടത്തയും സൈക്ലിങ്ങും നീന്തലുമാണ് ഏറ്റവും ഫലപ്രദമായ എയറോബിക് ആക്ടിവിറ്റികൾ. നടക്കുക എന്നാൽ ബ്രിസ്ക് വാക്കാണ്, അതായത് വേഗത കൂടിയ നടത്തം. ട്രെഡ്മിൽ നടത്തയുടെ ഭാഗമായി തുടരെ ഉപയോഗിച്ചാൽ മുട്ട് തേയ്മാനം വരും എന്ന് കാണപ്പെടുന്നുണ്ട്. ഡാൻസിങ്ങും ടെന്നീസ്, ഷട്ടിൽ ബാഡ്മിന്റൺ മുതലായ സ്പോർട്സും ഫലപ്രദമായ എയറോബിക് ആക്ടിവിറ്റികളാണ്. സ്റ്റെപ്പ് ക്ലൈംബിങ്ങും ഗാർഡനിങ്ങും ഇതിൽപ്പെടും. എയറോബിക് ആക്ടിവിറ്റിയുടെ പ്രയോജനങ്ങൾ നിരവധിയാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടി ഷുഗറിനെ കുറയ്ക്കുന്നു. പ്രമേഹം വരാതിരിക്കാനും ഉള്ളവർക്ക് മരുന്നിന്റെ ഡോസ് കുറയ്ക്കാനും ഡയബറ്റിസ് റെമിഷനും സഹായിക്കുന്നു. ഫാറ്റിനെ കുറച്ച് പൊണ്ണത്തടി നിയന്ത്രിക്കുന്നു. മസിൽ ടോണിനെ കൂട്ടി ശരീരബലം വർദ്ധിപ്പിക്കുന്നു. BPയും കൊളസ്ട്രോളും കുറയ്ക്കുന്നു. സ്ട്രെസ്സും ടെൻഷനും കുറച്ച് റിലാക്സേഷനും ഉന്മേഷവും നൽകി ശരീരത്തെ കാര്യക്ഷമമാക്കുന്നു. ബുദ്ധി, ഓർമ്മശക്തി മുതലായ ബ്രെയിനിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷനെ വർദ്ധിപ്പിക്കുന്നു. എല്ലാ ദിവസവും എയറോബിക് ആക്ടിവിറ്റി ചെയ്യണം. ADAയും WHO റെക്കമെൻഡ് ചെയ്യുന്നത് ആഴ്ചയിൽ മിനിമം 5 ദിവസമെങ്കിലും അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ചെയ്യണമെന്നാണ്. ഇപ്രകാരം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, പ്രത്യേകിച്ച് മുതിർന്നവർ 10 മിനിറ്റ് വീതം ദിവസം 3 പ്രാവശ്യമായി ചെയ്താലും മതി. ഫാറ്റ് ബേൺ ചെയ്ത് ഒബിസിറ്റി മാനേജ്മെന്റിന് 1 മണിക്കൂറെങ്കിലും ചെയ്യേണ്ടി വരും. വേണമെന്ന ഒരു മനസ്സല്ലാതെ യാതൊരു മുതൽ മുടക്കുമില്ലാത്ത ഒരു ചികിത്സയാണിത്. ഇത് ചെയ്യാനുള്ള തടസ്സം മടി മാത്രമാണ്. ഈ മടിയെ അതിജീവിക്കാനുള്ള എളുപ്പ വഴി പിയർ പ്രഷർ എന്ന് പറയും. അതായത് കൂടെ ഒരാളോ ഒരു ഗ്രൂപ്പായോ ചേർന്ന് വേണം നടക്കേണ്ടത്. മെയിൻ റോഡിലൂടെ കഴിവതും നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒന്ന്, അവിടെ വായു മലിനീകരണ സാധ്യത കൂടുതലാണ്. അത് പ്രമേഹ സാധ്യത കൂടുതലാക്കുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. 2, അപകട സാധ്യത കൂടുതലാണ്. കാരണം കീപ് ലെഫ്റ്റ് എന്ന ട്രാഫിക് നിയമം വാഹനങ്ങൾക്കാണ്, നമുക്കല്ല. അപ്പോൾ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത്. നമ്മൾ എതിർ ദിശയിൽ വരുന്ന ഒരു വാഹനം വലതുവശത്തൂടെ കിടക്കുന്ന നമ്മളെ ഇടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിലപ്പെട്ട അറിവുകൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. എക്സസൈസ് പാർട്ട് 4 എന്ന അടുത്ത എപ്പിസോഡിൽ എക്സസൈസിന്റെ ആമപ്പ്, യോഗ മുതലായ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചുള്ള വീഡിയോയുമായി ഉടൻ കാണാം.
നന്ദി, നമസ്കാരം.